നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തൊഴിൽ തേടിയുള്ള യാത്ര ഇനി UAE-യിലേക്കാക്കിയാലോ? അതെ, പ്രവാസികൾക്ക് വമ്പൻ അവസരങ്ങളാണ് UAE ഒരുക്കുന്നത്. UAE-യിൽ ഈ വർഷം നിലവിൽ വന്ന പുതിയ തൊഴിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി തൊഴിൽ സാധ്യതകളാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്കായി ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത്. തൊഴിൽ വിസയിൽ രാജ്യത്തെത്തിയവർ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെയുള്ളവർക്ക് മികച്ച തൊഴിൽ സാധ്യതകളാണ് നിലവിലുള്ളത്. എന്നാൽ ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും ബന്ധപ്പെട്ട ഏജൻസിയിൽ നിന്ന് ലഭ്യമാക്കിയ ശരിയായ രീതിയിലുള്ള വർക്ക് പെർമിറ്റ് കൈവശം ഉണ്ടാവണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫ്രീ സോൺ ഏരിയയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങളിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മനുഷ്യവിഭവ മന്ത്രാലയമാണ് വർക്ക് പെർമിറ്റ് നൽകുക. ഇത്തരത്തിൽ 10 തരം വർക്ക് പെർമിറ്റുകളാണ് UAE പ്രവാസികൾക്ക് മുന്നിൽ നിരത്തുന്നത്. അതാണ് പറയാൻ പോകുന്നത്. കുടുംബ വിസയിലുള്ളവർക്കുള്ള വർക്ക് പെർമിറ്റ്. പുതിയ ജോലി തേടിയെത്തുന്നവർക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ജോലികൾ തിരഞ്ഞെടുക്കുവാൻ അവസരം നൽകുന്നതാണ് ഈ പുതിയ വർക്ക് പെർമിറ്റുകൾ. ഫ്രീലാൻസ് ജോലി മുതൽ പാർട്ട് ടൈം ജോലി വരെ ഇതിലൂടെ ചെയ്യുവാൻ കഴിയും. ഫ്രീലാൻസ് ജോലി ഒഴികെയുള്ള മറ്റു 9 വർക്ക് പെർമിറ്റുകൾക്കും ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് വർക്ക് പെർമിറ്റിന് അപേക്ഷ നൽകേണ്ടത്. എന്നാൽ ഫ്രീലാൻസ് ജോലിയുള്ള വർക്ക് പെർമിറ്റിന് സ്വന്തമായി അപേക്ഷ നൽകണം. 2 വിഭാഗങ്ങളായാണ് വർക്ക് പെർമിറ്റുകളെ മന്ത്രാലയം തരംതിരിച്ചിട്ടുള്ളത്. കുടുംബാംഗം സ്പോൺസർ ചെയ്ത റെസിഡന്റ് വിസയിലുള്ളവർക്ക് ലഭിക്കുന്ന വർക്ക് പെർമിറ്റാണ് ഇവയിൽ ഒന്ന്. ഇത്തരം കേസുകളിൽ ജോലി നൽകുന്ന സ്ഥാപനങ്ങൾ വർക്ക് പെർമിറ്റിന് വേണ്ടി മാത്രം അപേക്ഷ നൽകിയാൽ മതിയാകും. അല്ലാതെ ജോലിക്കാരന് വേണ്ടി വിസ അപേക്ഷ നൽകേണ്ടതില്ല. അടുത്തത് ജുവനൈൽ വർക്ക് പെർമിറ്റ് ആണ്. 15-നും 18-നും ഇടയിൽ പ്രായമുള്ളവർക്ക് സ്ഥാപനങ്ങൾ നൽകുന്ന തൊഴിലുകൾക്ക് ലഭിക്കുന്നതാണ് ജുവനൈൽ വർക്ക് പെർമിറ്റ്. ഇങ്ങനെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ഈ പ്രായത്തിലുള്ള കൗമാരക്കാർക്ക് ജോലി ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളോ രക്ഷകർത്താക്കളോ രേഖാമൂലം അനുമതി നൽകേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം ജുവനൈൽ വർക്ക് പെർമിറ്റുകൾ നൽകുന്ന കമ്പനി വേറെയും ചില നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഒരു ദിവസം പരമാവധി 6 മണിക്കൂർ മാത്രമേ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാവൂ എന്നതാണ് നിബന്ധനകളിൽ ഒന്ന്. മാത്രമല്ല, അപകടം പിടിച്ച ജോലികളൊന്നും കുട്ടികളെ ഏൽപ്പിക്കാനും പാടുള്ളതല്ല. സ്റ്റുഡന്റ് ട്രെയിനിങ് എംപ്ലോയ്മെന്റ് പെർമിറ്റ്. പുതിയ തൊഴിൽ നിയമം അനുസരിച്ച് രാജ്യത്തെ 15 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ജോലിയിൽ ഏർപ്പെടാൻ അനുവാദമുണ്ടായിരിക്കും. ഇപ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിനായി എൻറോൾ ചെയ്യാം. 3 മാസത്തേക്ക് മാത്രമായിരിക്കും ഇങ്ങനെ സ്ഥാപനങ്ങളിൽ പരിശീലനത്തിനുള്ള അവസരം നൽകുക. ഇങ്ങനെ പരിശീലനത്തിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും അവർക്കുള്ള സമ്മതം രേഖാമൂലം എഴുതി നൽകണം. അല്ലാത്തപക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൽകാൻ പാടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. വിദേശികൾക്കുള്ള വർക്ക് പെർമിറ്റ്. രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾക്ക് രാജ്യത്തിന് പുറത്തുനിന്നുള്ളവരെ തൊഴിലിനായി റിക്രൂട്ട് ചെയ്യാൻ അനുമതി നൽകുന്നതാണ് ഈ വർക്ക് പെർമിറ്റ്. UAE-യിലേക്ക് തൊഴിൽ വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കായി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഈ വർക്ക് പെർമിറ്റിനാണ് അപേക്ഷ നൽകേണ്ടത്. രാജ്യത്തെ തൊഴിൽ നിയമപ്രകാരം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇങ്ങനെ വിദേശ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യാനാകും. അവർക്കുള്ള റെസിഡൻസ് വിസയ്ക്കുള്ള അപേക്ഷയും കമ്പനി തന്നെ നൽകണം. മെഡിക്കൽ ടെസ്റ്റ്, എമിറേറ്റ്സ് ID, ലേബർ കാർഡ് തുടങ്ങിയ ലഭ്യമാക്കൽ, UAE-യിലെത്തി 60 ദിവസത്തിനകം വിസ, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യൽ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും കമ്പനി തന്നെ ഏറ്റെടുക്കണം. ഇവയുടെ ചിലവുകളും കമ്പനി തന്നെയാണ് വഹിക്കേണ്ടത്. വർക്ക് പെർമിറ്റ് ഇല്ലാതെ വിദേശികളെ ജോലി ചെയ്യിക്കുന്ന കമ്പനിക്കെതിരെ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെയാണ് ഫൈൻ. ട്രാൻസ്ഫർ വർക്ക് പെർമിറ്റ്. നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പ്രവാസികൾക്ക് തന്റെ വിസ മാറ്റാനുള്ള അവസരം പുതിയ തൊഴിൽ നിയമം നൽകുന്നുണ്ട്. ഇങ്ങനെ തൊഴിൽ മാറ്റം അനുവദിക്കാൻ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറൈറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ അനുമതിയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും ഇത്തരം വർക്ക് പെർമിറ്റ് അനുവദിക്കാനുള്ള അവകാശമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിബന്ധനകളും കമ്പനിയും ജീവനക്കാരും പാലിച്ചിരിക്കണം. ഫ്രീലാൻസ് പെർമിറ്റ്. ഒരു വ്യക്തിക്ക് സ്വന്തം നിലയിൽ ഫ്രീലാൻസായി തൊഴിൽ ചെയ്യാനുള്ള അനുമതിയാണ് ഫ്രീലാൻസ് പെർമിറ്റ്. ആരെയും ആശ്രയിക്കാതെ തന്നെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ഈ വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് സാധിക്കും. ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പിൽ അല്ലാതെയും തൊഴിൽ കരാറിൽ ഏർപ്പെടാതെയും സ്വന്തം നിലയ്ക്ക് ജോലിയിൽ ഏർപ്പെടാൻ ഈ വർക്ക് പെർമിറ്റിലൂടെ ഒരാൾക്ക് സാധിക്കും. ഗോൾഡൻ വിസ വർക്ക് പെർമിറ്റ്. നിക്ഷേപകർ, വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് UAE ഭരണകൂടം അനുവദിക്കുന്നതാണ് ഗോൾഡൻ വിസ. 10 വർഷത്തെ കാലാവധിയുള്ള വിസയാണിത്. എന്നാൽ ഇങ്ങനെ ഗോൾഡൻ വിസ ഉള്ളവർക്ക് UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ UAE-യിൽ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ജൂലൈ 1-ന് UAE പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. 3 സന്ദർഭങ്ങളിലാണ് ഗോൾഡൻ വിസയുള്ള വ്യക്തി ഈ രീതിയിൽ വർക്ക് പെർമിറ്റ് എടുക്കേണ്ടത്. ഗോൾഡൻ വിസ എടുക്കുന്ന സമയത്ത് ജോലി ചെയ്യാത്ത വ്യക്തി ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ കീഴിൽ പുതിയ ജോലിയിൽ ഏർപ്പെടുന്നതാണ് ഒരു സന്ദർഭം. നിലവിൽ ജോലി ചെയ്യുന്നയിടത്തെ വർക്ക് പെർമിറ്റ് പുതുക്കുമ്പോഴും പുതിയൊരു തൊഴിലുടമയ്ക്ക് കീഴിലേക്ക് മാറുമ്പോഴും പുതിയ വർക്ക് പെർമിറ്റിന് വേണ്ടിവരും. താൽക്കാലിക വർക്ക് പെർമിറ്റ്.
ഒരു തൊഴിലുടമയ്ക്ക് കീഴിൽ താൽക്കാലിക വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്യാനുള്ള അവസരവും പുതിയ തൊഴിൽ നിയമം വിദേശികൾക്കുൾപ്പെടെ നൽകുന്നുണ്ട്. എന്നാൽ 6 മാസത്തേക്ക് മാത്രമേ ഈ രീതിയിലുള്ള ടെമ്പററി വർക്ക് പെർമിറ്റ് ലഭിക്കുകയുള്ളൂ. നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ഈ രീതിയിലുള്ള താൽക്കാലിക വർക്ക് പെർമിറ്റ് ലഭിക്കുകയുള്ളൂ. വൺ മിഷൻ പെർമിറ്റ്. ഒരു സ്ഥാപനത്തിന് വിദേശത്ത് നിന്ന് താൽക്കാലികമായി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അവസരം ഇതിലൂടെ ലഭിക്കും. രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾക്കാണ് ഈ സൗകര്യം ലഭിക്കുക. ഏതെങ്കിലും താൽക്കാലിക ജോലി ചെയ്ത് തീർക്കുന്നതിനോ അല്ലെങ്കിൽ പ്രത്യേക കാലഘട്ടത്തിലേക്ക് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനോ വൺ മിഷൻ പെർമിറ്റിലൂടെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. പാർട്ട് ടൈം വർക്ക് പെർമിറ്റ്. പാർട്ട് ടൈമായി ഏതാനും മണിക്കൂറുകളിലേക്ക് മാത്രം ജോലി ചെയ്യാൻ ഒരു തൊഴിലുടമയുമായി കരാറിൽ ഏർപ്പെടാൻ തൊഴിലാളിക്ക് അവസരം നൽകുന്നതാണ് പാർട്ട് ടൈം വർക്ക് പെർമിറ്റ്. ഇത് പ്രകാരം ഒന്നിലേറെ തൊഴിലുടമയ്ക്ക് വേണ്ടി ഒരേ സമയത്ത് ജോലി ചെയ്യാൻ കഴിയും. ഇതിന് ആദ്യ തൊഴിലുടമയുടെ അനുവാദം പോലും ആവശ്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഴ്ചയിൽ 20 മണിക്കൂറിൽ കൂടുതൽ ഇങ്ങനെ ജോലി ചെയ്യാനാവില്ല എന്ന നിബന്ധന ഈ പാർട്ട് ടൈം വർക്ക് പെർമിറ്റിനുണ്ട്. ഇത്തരം 10 തരം പെർമിറ്റുകളാണ് UAE അനുവദിക്കുന്നത്. കൃത്യമായി തന്നെ ഇത് കേട്ടുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് പ്രവാസികൾക്ക് കടക്കാവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.